ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. ഇന്ന് നമുക്ക് സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്ത റെസിപ്പി ആയിട്ടുള്ള പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ അളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു വലിയ ബോളിൻ്റെ വലിപ്പത്തിൽ പുളി എടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കുതിർത്ത് വയ്ക്കുക. 3 വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നീളത്തിലോ ചതുര കഷ്ണങ്ങളാക്കിയിട്ടോ അരിഞ്ഞെടുക്കുക. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച പുളി ഞാൻ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയിഞ്ചിയൊക്കെ സാധാരണ മൺകലത്തിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇനി അതില്ലാത്തവരാണെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വഴറ്റി വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് മീഡിയം തീയിൽ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തീ കുറയ്ക്കാം. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 2 ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക. അഴുക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കുക. ഇപ്പോൾ പുളിവെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതൊന്ന് ലൂസായിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കൂടി തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഈ സമയത്ത് പുളിയിഞ്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കറക്റ്റാണ്. ഞാൻ സാധാരണ പുളിയും മധുരവും ബാലൻസ് ചെയ്യുന്ന ഒരു പരുവത്തിലാണ് ഉണ്ടാക്കാറ്. മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സമയത്ത് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പുളിയിഞ്ചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിൽ തന്നെ ഇരുന്ന് ചൂടാറുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കടുക് പൊട്ടിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് ചേർത്ത് പൊട്ടിക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് താളിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.